ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നാട്ടിലാണുള്ളത്. ഞാനിപ്പോൾ നാട്ടിൽ എൻ്റെ വീടിൻ്റെ അടുത്തായിട്ട് ഇവിടെ ഒരു KCAയുടെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഒരു സ്റ്റേഡിയം ഉണ്ട്, ഇൻ്റർനാഷണൽ സ്റ്റേഡിയം. അപ്പോൾ ആ സ്റ്റേഡിയം ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അതിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നിങ്ങളെയും കാണിക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ തൊടുപുഴയിൽ നിന്ന് ആനക്കയം പോകുന്ന റൂട്ടാണ്, അതായത് അഞ്ചിരി വഴിയല്ല, ഇഞ്ചിയാനി വഴി ആനക്കയം പോകുന്ന റൂട്ടാണ്. ഇവിടെ വട്ടമറ്റ എന്ന് പറഞ്ഞ സ്ഥലത്തിനടുത്താണ് ഈ സ്റ്റേഡിയം. ഇതാണ് സ്റ്റേഡിയത്തിലേക്ക് പോകുന്ന വഴി. അതായത് ദൂരെ രാവിലെ സ്റ്റേഡിയത്തിൻ്റെ അവിടുത്തെ പുല്ലൊക്കെ നനയ്ക്കുന്ന ആ ഒരു ഇതുണ്ട്. നമുക്ക് ഏതായാലും പോയി നോക്കാം. പിന്നെ ഈ സ്റ്റേഡിയത്തെ പറ്റി പറയുകയാണെങ്കിൽ, ഈ സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണോദ്ഘാടനം നടന്നതെന്ന് പറഞ്ഞാൽ 2015 ഏപ്രിൽ മാസം എന്തോ ആണ് അതിൻ്റെ നിർമ്മാണോദ്ഘാടനം നടന്നത്. ഏപ്രിൽ 17 അങ്ങനെ കൊണ്ടാണ് എൻ്റെ ശരിയാണ്. അപ്പോൾ അന്ന് ആ സമയത്ത് പറഞ്ഞത് ഏകദേശം ഒരു 5-6 വർഷത്തിനുള്ളിൽ സ്റ്റേഡിയം ഇതാവുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പം ഏകദേശം ഇത്രയും നാളായിട്ട് അതിൻ്റെ 2 സ്റ്റേഡിയങ്ങൾ റെഡിയായി. പക്ഷേ അതിൻ്റെ പൗലിയൻ സംഭവങ്ങളും ബാക്കി കാര്യങ്ങളൊന്നും റെഡിയായിട്ടില്ല. മാത്രമല്ല സ്റ്റേഡിയം ഫുള്ളി ഇതായിട്ട് ഒത്തിരി ഇതായിട്ട് ഒരുപാട് കളികൾ കാര്യങ്ങൾ അങ്ങനെയൊന്നും വന്നിട്ടില്ല. അന്ന് ഉദ്ഘാടന സമയത്ത് പ്രഖ്യാപിച്ചായിരുന്ന പല പ്രഖ്യാപനങ്ങളും എല്ലാം ഒന്നും ഫുൾഫിൽ ആയിട്ടില്ല. പക്ഷേ ഇപ്പോഴും ചില സമയത്ത് ചില കളികൾ കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്, ചെറിയ കളികൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോഴും പൗലിയൻ്റെ കാര്യത്തിലൊന്നും ഒരു തീരുമാനമായിട്ടില്ല. അപ്പം സ്റ്റേഡിയത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. അതുപോലെ തന്നെ ഈ സ്റ്റേഡിയത്തിൻ്റെ കാര്യത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് എന്തോ അപ്രോച്ച് റോഡ് അങ്ങനെയൊക്കെ ആക്കുമെന്നൊക്കെ പറഞ്ഞായിരുന്നു. അന്ന് ഉദ്ഘാടനത്തിൻ്റെ സമയത്ത് നമ്മുടെ തൊടുപുഴയുടെ MLAയും പിന്നെ അതുപോലെ തന്നെ അന്ന് മന്ത്രിയായിരുന്ന P. ജോസഫും പിന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് തൈക്കുടം ബ്രിഡ്ജിൻ്റെ ഗാനമേള പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം നമ്മുടെ പ്രളയം കഴിഞ്ഞ സമയത്ത് ഇങ്ങോട്ടേക്ക് ഈ സ്റ്റേഡിയത്തിലേക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാം നടന്നായിരുന്നു. നമ്മുടെ തൊടുപുഴ മങ്ങാട്ടുപോലെ എന്ന ബിഗ് സല്യൂട്ട് ടു ദ എൻ്റയർ വേൾഡ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതായത് പ്രളയത്തിൻ്റെ സമയത്ത് പോയ ടൂറിസം സംഭവങ്ങളെല്ലാം പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടിയായിട്ട് നടത്തിയൊരു പ്രോഗ്രാമായിരുന്നു. അത് അന്നത്തെ ഇടുക്കിയുടെ ഇടുക്കിക്കാരനായിട്ടുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക സ്പെഷ്യൽ ഇനിഷ്യേറ്റീവ് പ്രകാരം നടന്നായിരുന്നു. അതായത് സ്പ്രിംഗ്ലർ വെച്ച് മൊത്തം നനയ്ക്കിയ പരിപാടികളൊക്കെയാണ്. ഇവിടെ ഈ ഭാഗത്തൊക്കെ ഇവിടെ ഇതിൻ്റെയോട് ചേർന്നെങ്ങാണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു പൗലിയൻ്റെ കാര്യങ്ങളൊക്കെ നിർമ്മാണം ഒക്കെ നടക്കേണ്ടത്. പക്ഷേ നിർഭാഗ്യവശാല ഒന്നും നടന്നിട്ടില്ല. അവിടെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒരു ബിൽഡിംഗ് ഉണ്ട്, ഒരു എയർ കണ്ടീഷനൊക്കെ ആയിട്ടുള്ള ഇതുണ്ട്, ചെറിയൊരു ഇതായിട്ടുള്ള ഒരു ബിൽഡിംഗ് ഉണ്ട്. അവിടെ വാഷ്റൂം, ടോയ്ലറ്റ് ഫെസിലിറ്റീസ്, ബാക്കി അത്യാവശ്യം വേണ്ട ബേസിക് ഫെസിലിറ്റീസ് മാത്രമേ ഉള്ളൂ. അതായത് ഇവിടെ പുല്ലൊക്കെ സ്പ്രിംഗ്ലറൊക്കെ വെച്ച് നനയ്ക്കുന്നുണ്ട്. അവിടെ ആ ഭാഗത്ത് നടുക്ക് പിച്ച് കാര്യങ്ങൾ അതിൻ്റെ സംഭവങ്ങളൊക്കെ ചിലർ റെഡിയാക്കുന്നുണ്ട്. പുല്ല് വെട്ടിൽ പറക്കൽ അതൊക്കെ ആയിട്ട് മെയിൻ്റെനിങ് പരിപാടികളെല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞില്ല, ബിഗ് സല്യൂട്ട് ഫോർ ദ എൻ്റയർ വേൾഡ് എന്ന് പറഞ്ഞ ആ പ്രോഗ്രാമിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നു അന്ന് നടന്നത്. അന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ മങ്ങാട്ടുപോലെ തൊട്ട് ഇവിടെ വരെ ഉള്ള നടത്തമായിരുന്നു, അതായത് നടക്കൽ പരിപാടിയായിരുന്നു. അപ്പം അത്യാവശ്യം മീഡിയ പബ്ലിസിറ്റിയും കാര്യങ്ങളെല്ലാം ആയിട്ട് കുറേ ആൾക്കാർ പങ്കെടുത്തായിരുന്നു. ഞാൻ ഉൾപ്പെടെ അന്ന് പങ്കെടുത്തായിരുന്നു. എനിക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ അന്ന് ഇതിലൊക്കെ കിട്ടിയായിരുന്നു എനിക്ക്. അന്ന് ആ സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സമാപന അതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ സ്റ്റേജ് കാര്യങ്ങളൊക്കെ ഇവിടെയായിരുന്നു ഉണ്ടായിരുന്നത്, ഈ ഭാഗത്തായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് നമ്മുടെ ഇന്ദ്രജിത് സുകുമാരനും പൂർണിമ ഇന്ദ്രജിത്തും ഒക്കെ ആയിരുന്നു അന്ന് വന്നായിരുന്നത്. കാരണം അന്ന് അവർ ആ സമയത്ത് പ്രളയ സമയത്തൊക്കെ ഒരുപാട് മുമ്പിലൊക്കെ ഇത് നിന്നിട്ടുണ്ടായിരുന്നു. കൊച്ചി ബേസ്ഡ് ആയിട്ടുള്ള അൻപൊട് കൊച്ചി എന്ന് പറഞ്ഞതിൻ്റെ ഒപ്പമായിട്ട് കുറേ പ്രവർത്തികൾക്ക് കാര്യങ്ങളൊക്കെ എല്ലാം നിന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ അകത്തെ സമാപന ഇതിൻ്റെ അകത്ത് ഗസ്റ്റൊക്കെ ആയിട്ട് ഇവരായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഇതാണ് തൊടുപുഴ KCA സ്റ്റേഡിയം. തെക്കുംഭാഗം KCA സ്റ്റേഡിയം ഇൻ്റർനാഷണൽ സ്റ്റേഡിയം എന്നാണ് അറിയപ്പെടുന്നത്. 2 സ്റ്റേഡിയം ഉണ്ട്. ഇതൊരു സ്റ്റേഡിയം, ഇവിടെ ഇത് അപ്പുറത്തും ഉണ്ട് സ്റ്റേഡിയം. രണ്ടും ഏകദേശം ഒരു സെയിം സൈസ് തന്നെയാണ് രണ്ടും. അപ്പോൾ ഈ ഇതിൻ്റെയും കൂടെ ആയിട്ടാണ് ഇവിടെ ബാക്കി കാര്യങ്ങളെല്ലാം വരുന്നത്. അതായത് പവലിയന്, പിന്നെ അതുപോലെ തന്നെ എന്തൊക്കെയോ മ്യൂസിയോ ഹോട്ടലോ അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങൾ, പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് ഇവിടെ സ്വിമ്മിംഗ് പൂളോ പിന്നെ ബാക്കി ഗെയിംസിൻ്റെ ഫെസിലിറ്റീസോ പിന്നെ ജോഗിങ് ട്രാക്കോ അങ്ങനെയൊക്കെ അന്ന് ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നിലവിൽ ഉള്ളത് ഈ ഒരു സംഭവങ്ങളാണ്, ഈ 2 സംഭവങ്ങൾ മാത്രമാണ് ഇവിടെ ഉള്ളത്.
നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ഇതിന്റെ ഒരു ടൈം ലാപ്സ് ഞാൻ എടുത്താണ്. ഐ മീൻ ടൈം ലാപ്സ് ആയിട്ട് എടുത്തതിന്റെ ഒരു വീഡിയോ കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതുണ്ട്, നമ്മൾ ആദ്യം പറഞ്ഞ ആ ബിൽഡിങ്ങിന്റെ അടുത്ത് എത്തി. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ബിൽഡിങ്, കേരള ക്രിക്കറ്റ് അസോസിയേഷൻ. ഇവിടെ ചെറിയ രീതിയിൽ ഗാർഡനിങ് സെറ്റപ്പുകളൊക്കെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ റംബൂട്ടാൻ്റെ മരം കാര്യങ്ങളൊക്കെ, റംബൂട്ടാനൊക്കെ കാഴ്ച നിൽക്കുന്നുണ്ട്. ഇത് മൊത്തം ഏകദേശം 20 ഏക്കറിലാണ് ഈ ഒരു സ്റ്റേഡിയത്തിൻ്റെ ഈ ഒരു സ്ഥലം നിൽക്കുന്നത് മൊത്തം. ഇത് ഇവിടെ അടുത്തെങ്ങാണ്ട്, ഇതിൻ്റെ ഇവിടെ എങ്ങാണ്ട് ഒരു കുളം ഉണ്ടായിരുന്നു, നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നേരത്തെ ഒരു പാറക്കുളം പോലെ ഒരു കുളം ഇവിടെ ഉണ്ടായിരുന്നു. നോക്കട്ടെ, എൻ്റെ അകത്ത് മീന കാര്യങ്ങളൊക്കെ അന്ന് ഉണ്ടായിരുന്നു പണ്ട്. അതാ ഇവിടെ ഉണ്ട്, ഇതുണ്ട്, ഒരു കുളമാണ്. ഇവിടെ ഒരു പാറക്കുളമുണ്ട്. ഇത് സ്റ്റേഡിയത്തിൻ്റെ ഇവിടെ തൊട്ടിപ്പുറത്ത് താഴെ വേറെ തൊട്ടിപ്പുറത്തെ ഒരു പറമ്പിലാണ്, വേറൊരു പറമ്പിലാണ്. എനിക്ക് തോന്നുന്നത് ഇത് ഇവരുടെയാണ്, തോട്ടൂറങ്കാരുടെ പ്രോപ്പർട്ടിയാണെന്ന് എനിക്ക് തോന്നുന്നത്. തോട്ടൂറങ്കാരെന്ന് പറയുമ്പോൾ ഇതുണ്ട്, ഇവിടെ നമ്മുടെ സ്റ്റേഡിയത്തിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ്. തോട്ടൂറങ്കാരുടെ വീട്ടിലാണ് നമ്മുടെ മലയാളത്തിലെ ദിലീപും പിന്നെ നമ്മുടെ ഇന്നസെൻ്റ് ഏട്ടനും ഒക്കെ അഭിനയിച്ചിട്ടുള്ള പാപ്പിയപ്പച്ച എന്ന് പറഞ്ഞ ഫിലിം ഷൂട്ട് ചെയ്തത്. അതുണ്ടോ, നമ്മൾ കാണുന്ന ഇവിടെ നിന്നാണ് നമ്മൾ കയറി വന്നത്. ഇപ്പോൾ ഏകദേശം ഇതിൻ്റെ ഒരു സർക്കിളിൻ്റെ ഒരു ഹാഫ് ഏരിയയിലായി. ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ ഫ്രണ്ടിൽ കാണുന്നതാണ് രണ്ടാമത്തെ സ്റ്റേഡിയം ഞാൻ പറഞ്ഞത്. ഇവിടെ അതിൻ്റെ കുറച്ച് മെയിൻ്റനൻസ് വർക്കുകൾ കാര്യങ്ങളെല്ലാം റെഗുലറായിട്ട് നടക്കുന്നുണ്ട്. അപ്പം ഇത് എന്നത്തേക്ക് ഓപ്പണാക്കി ഫുള്ളി ഇതെല്ലാം പൗലിയെല്ലാം വന്ന് ഓപ്പണാക്കുമെന്ന് എനിക്കറിയത്തില്ല. നാട്ടുകാരനായ എനിക്ക് പോലും അറിയത്തില്ല. ഇവിടെ ഇപ്പോഴും പണികൾ കാര്യങ്ങൾ വർക്കുകൾ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. ഇതിൻ്റെ ചുറ്റോട് ചുറ്റും തെങ്ങ്, അതുപോലെ തന്നെ ഫലവൃക്ഷങ്ങൾ ഐറ്റംസ്, പഴവൃക്ഷങ്ങളൊക്കെ എല്ലാം നട്ടിട്ടുണ്ട്. ഇതായതുണ്ട്, ഇത് പനിനീർ ചാമ്പയാണ്. ഇതവിടെയുണ്ട് പനിനീർ ചാമ്പ കാഴ്ച നിൽക്കുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ സ്റ്റേഡിയം. ഇതുണ്ട്, ഇപ്പുറത്ത് ഇവിടെ ഒരു സ്റ്റേഡിയം, ഇതിവിടെ രണ്ടാമത്തെ സ്റ്റേഡിയം. ഇവിടെ ഇതിൻ്റെ മെയിൻ്റനൻസ് വർക്കുകൾ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതവിടെ ഇതുണ്ട്, പിച്ച് കാര്യങ്ങളൊക്കെ നനച്ച് പറക്കെല്ലാം ഇട്ടിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ അവസ്ഥകൾ കാര്യങ്ങൾ. മൊത്തത്തിൽ ടൈം ലാപ്സ് എടുത്തുകൊണ്ട് വട്ടം ചുറ്റി വരാമെന്ന് വിചാരിച്ചപ്പോൾ മൊത്തത്തിൽ പെട്ടു, ചെറുതായിട്ട് ഇവിടെ നിന്ന് പെട്ടു. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചപ്പോൾ ഇവിടെ ചെറുതായിട്ട് പെട്ടു. കാരണം ഇവിടെയൊക്കെ പുല്ല് പിടിച്ച സൈഡിൽ ഇതേപോലെ പുല്ല് പിടിച്ച് നിൽക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോക്ക് നടക്കില്ല. അപ്പോൾ നമുക്ക് അങ്ങേ സൈഡിൽ നിന്ന് കറങ്ങി വരേണ്ടി വരും. ഏതായാലും ഇവിടെ വരെ വന്നല്ലേ, ചുറ്റോട് ചുറ്റും ഒന്നുമല്ലെങ്കിലും നമ്മുടെ നാട്ടിലുള്ള ഒരു ഇതാണല്ലോ. അപ്പം ചുറ്റോട് ചുറ്റും നമുക്കൊന്ന് കറങ്ങി കണ്ടിട്ട് വരാം. അപ്പോൾ ഗൈസ്, വീണ്ടും ഒരു ടൈം ലാപ്സ്. നേരെ കറങ്ങി അങ്ങേ സൈഡ് വരുമ്പോഴേക്കും ഒരു ടൈം ലാപ്സ്. ബാക്കി മെയിൻ്റനൻസ് കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട്. ഇതെനിക്ക് തോന്നുന്നത് ഇത് ഇവരാക്കിയാണ് വാട്ടർ ടാങ്ക് സെറ്റപ്പാണെന്ന് എനിക്ക് തോന്നുന്നു. ഇതുണ്ട്, അവിടെ ഒരു ചേട്ടൻ നിൽക്കുന്നുണ്ട്. ഇതുണ്ട്, ആ ഷെഡിലാണ് എനിക്ക് തോന്നുന്നു പൈപ്പിൻ്റെ എല്ലാ കണക്ഷൻസും, മറ്റേ അവിടുത്തെ സ്പ്രിങ്ക്ലറിൻ്റെ അതിൻ്റെ എല്ലാ കണക്ഷൻസ് കാര്യങ്ങളെല്ലാം അവിടെയാണ്. ഇതിൽ നിന്നാണ് വാട്ടർ ടാങ്കിൻ്റെ ഇവിടെ നിന്നാണ് പോകുന്നത്. ഇവിടെ ഈ ഒരു മെഷീൻ ഉണ്ട്. ഇത് എനിക്ക് തോന്നുന്നത് ക്ലിയർ ആക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. ഗ്രൗണ്ട് ഇത് സംഭവങ്ങളെല്ലാം ഒന്ന് ലെവൽ ചെയ്യുന്ന സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നു. 1.5 ടൺ പവർ റോളർ, കേരള ക്രിക്കറ്റ് അസോസിയേഷൻ എന്ന് പറഞ്ഞ് ജസ്റ്റ് ഇതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതും കോൺട്രാക്റ്റ് ഇതായിട്ട് എടുത്തേക്കണമെന്ന് എനിക്ക് തോന്നുന്നു. അവരുടെ സ്വന്തമാണോ എന്ന് എനിക്കറിയില്ല. കാരണം അതിൻ്റെ താഴെ വേറെ ഏതോ ഒരു ഇൻഡസ്ട്രീസിൻ്റെ അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. ഇവിടുത്തെ മണ്ണിലൊക്കെ ഇട്ടിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നത് ഈ പിച്ചിൻ്റെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് പുല്ല് ബാക്കി പ്രശ്നം അത് വരുമ്പോൾ കൂടുതൽ ഇതാക്കാനും അതുമായിട്ട് ബന്ധപ്പെട്ട അതിന് വേണ്ടിയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അങ്ങനെ വീണ്ടും ഞാൻ ഇതുണ്ട്, സ്റ്റേഡിയത്തിൻ്റെ സൈഡിൽ കിടന്ന് ഈ ചുറ്റും വട്ടം കറങ്ങിക്കൊണ്ട് നടന്നുകൊണ്ടിരുന്നു. പല ഭാഗങ്ങളിലും സൈഡിൽ പല ഭാഗങ്ങളൊക്കെ പുല്ലൊക്കെ പിടിച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കിടക്കുന്നത്, പല സൈഡുകളിലൊക്കെ ആയിട്ട്. ഇവിടെ എല്ലാം ഒരു കുറച്ച് കല്ലൊക്കെ കൂട്ടിയിട്ടുണ്ട്, അടുക്കി വെച്ച് കൂട്ടിയിട്ടുണ്ട്. ഇവിടെ എന്തെങ്കിലും പണിയാനാണോ എന്താണ് എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതിൻ്റെ മേളിലൊക്കെ എല്ലാം കാട് പിടിച്ചെല്ലാം ഇതായിട്ട് നിൽക്കുന്നുണ്ട്.
ഇതെന്തിനാണ് ഇതിവിടെ ഇങ്ങനെ കല്ലിങ്ങനെ കൂട്ടിയിട്ടേക്കണമെന്ന് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. എന്താണ് ഇവർ ഉദ്ദേശിച്ചേക്കുന്നതെന്ന് എനിക്കറിയില്ല. അത് ഇനിയിപ്പം വേറെ വല്ല കൺസ്ട്രക്ഷന് വേണ്ടി കൊണ്ടുവന്നിട്ടിപ്പം അടുക്കി വെച്ച് ഇതാക്കാൻ വേണ്ടി അങ്ങനെ വല്ലതും ആണോന്ന് അറിയില്ല. എന്താ സംഭവം എന്ന് യാതൊരു ഐഡിയ ഇല്ല. നോ ഐഡിയ. ഇപ്പം നമ്മളിപ്പോൾ ഇതുണ്ട് രണ്ടാമത്തെ സ്റ്റേഡിയത്തിൻ്റെ, അതായത് രണ്ടാമത്തെ ഇതിൻ്റെ സ്റ്റേഡിയത്തിൻ്റെ ആ ഒരു ഇതിലാണ്, അതിൻ്റെ ഇവിടെ നിൽക്കുവാണ്. ഏകദേശം ഒരു സർക്കിളിൻ്റെ ആ ഒരു മിഡിൽ ഭാഗത്തേക്കായിട്ട് വന്ന് നിൽക്കുവാണ് നമ്മൾ. ഉണ്ട് ഇതുണ്ട് അവിടെ വെച്ചാണ് ആ പേരയുടെ അപ്പുറത്ത് അവിടെ വെച്ച് ആ പുക വരുന്നതുണ്ടോ, അതിൻ്റെ അവിടെ വെച്ചാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മൊത്തം പുല്ല് പിടിച്ചതായിട്ട് നിൽക്കുവാനായിട്ടാണ് നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്നത്. എത്രത്തോളം ക്ലിയർ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. ഉണ്ട് ഇതിൻ്റെ ചുറ്റുപാടും കുറേ ഇടയ്ക്ക് ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്നുണ്ട്. ഇവിടെയും കുറച്ച് ചേട്ടന്മാർ പുല്ല് എല്ലാം റെഡിയാക്കി എന്തൊക്കെയോ മെയിൻ്റനൻസ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ അടുത്ത് വല്ല എന്തെങ്കിലും വേറെ എന്തെങ്കിലും കളിയോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ 2 സ്റ്റേഡിയമാണ് ഇവിടെ ഉള്ളത്. ഈ സ്ഥലത്ത് തന്നെ 2 സ്റ്റേഡിയമാണുള്ളത്. എനിക്ക് തോന്നുന്നു അങ്ങേ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അവിടുത്തെ ആദ്യം കണ്ട നമ്മളെ സ്റ്റേഡിയം അതാണ് കുറച്ചുകൂടെ വലുതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇവിടുത്തെ ആൾക്കാരുടെ അടുത്ത് അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് 2 ഒരേ സൈസ് തന്നെയാണെന്നാണ് പറഞ്ഞത് ആദ്യമേ. പക്ഷെ അന്ന് ആ ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് അന്നേരം പറഞ്ഞായിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതും എന്നുള്ള നിലയ്ക്കായിരുന്നു പറഞ്ഞായിരുന്നത്. പക്ഷേ പിന്നെ BCCI അതിനെ സമ്മതിച്ചില്ല. 2 ഒരേ ഇത് വേണമെന്ന് പറഞ്ഞുകൊണ്ട് 2നും ഒരേ സൈസ് തന്നെ ആക്കിയെന്നാണ് പറയുന്നത് കേട്ടത്. നമുക്കതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. ഇവിടെ പണിക്ക് വന്ന ചേട്ടന്മാർ അവരുടെ അടുത്ത് ഞാൻ വന്നപ്പം സംസാരിച്ചപ്പം അവരങ്ങനെയാണ് പറഞ്ഞത്. അതായത് കണ്ട് ഇതിൻ്റെ ഇപ്പുറത്തെ ഈ ഭാഗത്തൊക്കെ റബ്ബർ എസ്റ്റേറ്റ്, റബ്ബർ തോട്ടം കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഈ സ്ഥലത്ത് റബ്ബർ എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു. ഈ സ്റ്റേഡിയം വന്നതിന് മുമ്പ് ഒരു 2015 മുമ്പ് ഈ ഭാഗത്ത് റബ്ബർ എസ്റ്റേറ്റൊക്കെ ആയിട്ടായിരുന്നു പല ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഇവർ KCA വാങ്ങിയ സ്ഥലമായിരുന്നു ഇത്. ഏകദേശം 20 ഏക്കറോളം ഉണ്ട് സ്ഥലം ഇത്. പിന്നെ അതുപോലെ തന്നെ ഇതുണ്ടോ ഇവിടെ ഈ ഭാഗത്ത് ഒരു പന്നി ഫാമും ഉണ്ടായിരുന്നു ഈ ഭാഗത്ത്. അപ്പം അന്ന് സ്റ്റേഡിയത്തിന് വേണ്ടി ഇവർ സ്ഥലം ഏറ്റെടുത്ത സമയത്ത് പന്നി ഫാം ഇവിടെ നിന്ന് മാറ്റി വേറെ സ്ഥലത്തേക്ക് മാറ്റി. പിന്നെ വേറെ എന്താ പറയാനുള്ളത്, ഇതാണ് എൻ്റെ നാട്ടിൽ ഉള്ള ഇത്. ഏകദേശം എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഞങ്ങൾക്കൊരു ഷോർട്ട് കട്ട് ഉണ്ട്. ഷോർട്ട് കട്ട് വഴി മാറി കഴിയുമ്പോൾ ഏകദേശം ഒരു 1 കിലോമീറ്റർ മാറിയാണ് ഈ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത്. അപ്പം നമ്മുടെ നാടിനും കൂടെ ഒരു അഭിമാനമായിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. ഏകദേശം 2015 നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ച ഇതാണ്. പക്ഷേ ഇത് അന്നത്തേക്ക് ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് ഫുള്ളി ഫ്ലഡ്ജായിട്ട് ഫുള്ളി റൺ ചെയ്ത് ഇതാവുമെന്ന് എനിക്കറിയത്തില്ല. കാരണം ഇത് ഫുള്ളി ഇതായിട്ട് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ നാടിൻ്റെ വികസനത്തിനും അല്ലെങ്കിൽ ഒരുപാട് ഫെസിലിറ്റീസ് ബാക്കി ഇതുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ ഫെസിലിറ്റികളെ കാര്യങ്ങളെല്ലാം ഇഷ്ടംപോലെ വരുന്നതാണ്. ഇപ്പോൾ ഫുള്ളി ഒന്ന് റൺ ചെയ്ത് ഈവൻ ഇതിൻ്റെ ഗ്യാലറി ഉൾപ്പെടെ ഉള്ളതിൻ്റെ നിർമ്മാണവും കാര്യങ്ങളെല്ലാം എത്രയും വേഗം പൂർത്തിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വലിയ വലിയ കളികൾ കാര്യങ്ങളെല്ലാം വരുന്നതാണ്. അതനുസരിച്ച് അതും നമുക്കൊരു അഭിമാനമല്ലേ നമ്മുടെ നാട്ടിൽ കായിക രംഗത്തേക്ക് ഒരുപാട് ഇത് വരുന്നതാണ്. അപ്പോൾ ഗൈസ് ഇങ്ങനെ പറഞ്ഞു വന്നുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് ഈ ഭാഗത്ത് മാത്രം, അതായത് വീഡിയോ എടുത്തുകൊണ്ടിരുന്നതിൻ്റെ വിഷ്വൽ മാത്രം കിട്ടിയ, അതായത് ഓഡിയോ ഇതിൻ്റെ അകത്ത് ഇതായിട്ടില്ലായിരുന്നു. അപ്പം അതിൻ്റെ അകത്ത് ഓഡിയോയ്ക്കകത്ത് കുറച്ച് ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒറിജിനൽ ഓഡിയോ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ഇതിപ്പം ഇതാക്കിയേക്കണാണ്, റെക്കോർഡ് ചെയ്ത് ആഡ് ചെയ്തേക്കണാണ്. അപ്പം അങ്ങനെ ഇതുണ്ടോ ഇതുണ്ടോ ഈ ഭാഗത്തുണ്ട്. ഈ ഷെഡ് പോലെ കാണുന്നതാണ് ഞാൻ പറഞ്ഞത് തന്നെ സെയിം തന്നെ ആയിട്ടുള്ള, അതായത് ഈ സ്പ്രിംഗ്ലറിൻ്റെ ഇതിൻ്റെ എല്ലാം വെള്ളം ഇതാക്കുന്ന വാട്ടർ ടാങ്ക് കാര്യങ്ങൾ അതിൻ്റെ സംഭവങ്ങളെല്ലാം അവിടെയാണ്. അപ്പം രാവിലെ ഇവിടെ വന്ന് കഴിക്കുമ്പോൾ ചെറുതായിട്ട് വെയില് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതായിട്ട് വരുന്നേ ഉള്ളൂ. ഇപ്പോൾ രാവിലെ സമയത്താണ് ഞാൻ ഈ ഭാഗത്തേക്ക് വന്നത്. അപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. തിരിച്ച് നമ്മൾ വന്ന ഭാഗത്തേക്ക് തന്നെ നമ്മൾ തിരിച്ച് നടന്നു പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പം ഇങ്ങനെ നടന്നു പോവാണ്. ഉണ്ട് ഇവിടെ വഴി കാര്യങ്ങളെല്ലാം ഉണ്ട്. ഈ വഴിക്ക് തന്നെയാണ് നമ്മൾ ഇങ്ങേ സൈഡിലേക്ക് വന്നത്, രണ്ടാമത്തെ സ്റ്റേഡിയത്തിൻ്റെ കാണാനായിട്ട് വന്നത്. ഇവിടെ ഇങ്ങനെ ഞാൻ മിക്കപ്പോഴും നാട്ടിൽ വരുന്ന സമയത്ത് മിക്കപ്പോഴൊക്കെ സ്ഥിരം വരാറുള്ളതാണ്. നല്ലൊരു ഈ പച്ചപ്പും ഇതെല്ലാം ആയിട്ട് നമ്മുടെ ഒരു നാടിൻ്റെ ഒരു ഭാഗങ്ങളെ കാര്യങ്ങൾ ഇതായിട്ട് വരുന്ന ഒരു പ്രോജക്റ്റിന്റെ കാര്യങ്ങൾ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ ചുമ്മാ
ജസ്റ്റ് പോയി കാണുക നമുക്കൊരു ഇതാണല്ലോ. പൊതുവെ എല്ലാവർക്കും ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും പുതിയൊരു സംഭവം വരുന്ന കഴിഞ്ഞാലാണേലും നമ്മളാ നാട്ടിൽ പ്രത്യേകിച്ച് നല്ലതായിട്ടില്ലെങ്കിലും വല്ലപ്പോഴും വന്നു കഴിയുമ്പോഴാണേലും അതിന്റെ കാര്യങ്ങൾ എന്തായി എന്നൊക്കെ പറഞ്ഞു ചുമ്മാ പോയി അന്വേഷിക്കുന്ന അല്ലെങ്കിൽ ഇതാക്കുന്നതൊക്കെ ചുമ്മാ ഒരു രസമാണ് പ്രത്യേകിച്ച് എല്ലാവർക്കും അറിയാലോ. അപ്പം അങ്ങനെ ഞാൻ നടന്ന് നമ്മള് ആദ്യം വന്ന് കയറി ആ ഭാഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുവാണ്. വന്നുകൊണ്ടിരിക്കുവാണ്. ഇവിടെയൊക്കെ സൈഡിൽ ഇതായത് എനിക്ക് തോന്നുന്നു ഇത് പിച്ച് മൂടിയിടാനുള്ളതിന്റെ ആണെന്ന് എനിക്ക് തോന്നുന്നു. ടാർപ്പ കാര്യങ്ങളൊക്കെ അതേ ഉണ്ട്. അതിന്റെ ഉള്ളില് ഗ്രൗണ്ടിന്റെ ഉള്ളിൽ സൈഡിൽ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഒരു ചേട്ടൻ എന്തൊക്കെയോ വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഇവര് പറക്കുന്നുണ്ട്. പോലെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ വന്നവര് ഇതൊക്കെ ആയിട്ടുള്ള അതിന്റെ വേസ്റ്റ് കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാ നമ്മൾ വന്നിടത്ത് തന്നെ തിരിച്ചെത്തിയിരിക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇത് നമ്മുടെ സ്റ്റേഡിയത്തിൻ്റെ തൊട്ടടുത്തുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അതിവിടെ ഏകദേശം റിയൽ എസ്റ്റേറ്റ് പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ, പ്ലോട്ടൊക്കെ ഇതാക്കിയിട്ട് സെയിലിന് വേണ്ടിയായിട്ട് ഇതേപോലെ ആക്കിയിട്ടുണ്ട്. പ്ലോട്ടൊക്കെ ഇതുണ്ടോ, കയ്യാലൊക്കെ വെച്ച് മതിൽ കെട്ടി വേർതിരിച്ച്. നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ഞാൻ ആദ്യം പറഞ്ഞില്ലായിരുന്നോ, സ്റ്റേഡിയത്തിൻ്റെ അകത്ത് നിന്നപ്പോൾ പറഞ്ഞില്ലായിരുന്നോ, നമ്മുടെ പാപ്പിയപ്പച്ച ഷൂട്ട് ചെയ്തൊരു വീട്. ഇത് ഇവിടെ തൊട്ടടുത്താണ്. ഇവിടെ തൊട്ടടുത്താണ്. ഞാൻ ആ വീട് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഈ കാണുന്ന വീടാണ് നിരപ്പേൽ മത്തായുടെ വീടായിട്ട് പാപ്പിയപ്പച്ചയിൽ കാണിച്ചത്. ഇതുണ്ട്, ഈ വീട് തന്നെയാണ്. ഈ വീട്ടിലാണ് കുറച്ച് മോഡിഫൈ കാര്യങ്ങളെല്ലാം ചെയ്ത് അവർ കാണിച്ചത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീടാണ് നമ്മുടെ ജിമ്മിച്ചേട്ടൻ്റെ വീട്. അതായത് തോട്ടൂറൻ ജിമ്മിച്ചേട്ടൻ്റെ വീട്. അദ്ദേഹം മുൻ ഇളന്തേശം പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റോ വൈസ് പ്രസിഡൻറ്റോ ഒക്കെ ആയിരുന്നു. അപ്പോൾ ഗൈസ്, മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ.